ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പടച്ചവനെ 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയുമോ? ഇന്നത്തെ ഒരു ദിവസത്തെ പാപത്തിന്റെ കണക്ക് മാത്രം ഒന്നെടുക്ക്. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന സമയം വരെ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് മുഴുവനും പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് മുഴുവനും പാപമാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് മുഴുവനും പാപമാണ്, കാലുകൊണ്ട് നടന്നത് മുഴുവനും പാപത്തിലേക്കാണ്. ഓരോ ദിവസവും കോടാനുകോടി അപരാധം ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. ഇതിനെ കുറിച്ചെല്ലാം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നാളെ ഇസ്റാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബർ വെട്ടി പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയർ വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകളെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും അവിടെ ഔറത്ത് മറച്ചിട്ടില്ല, ഒരാളും വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ആയിഷ, എല്ലാവരും നഗ്നരായിട്ടാണ് നാളെ കോടതിയിലേക്ക് കടന്നു പോകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പരസ്പരം ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ആയിഷ, ഇന്ന് ഞാനും നിങ്ങളും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരൽപഭാഗം അതാ തുറന്നിരുന്നാൽ നോക്കാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ഉത്സാഹമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 വയസ്സുള്ള ഒരു പെണ്ണ് ഉടുതുണിയില്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ നീ നാളെ നോക്കില്ലടാ, നിനക്കതിന് കഴിയില്ലടാ, നിനക്കതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. 1 ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല.